എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ എല്ലാ വിഷയങ്ങളുടെയും അവസാനത്തിൽ ഓരോ ചാപ്റ്ററിന് ശേഷവും സമഗ്രമായ ഒരു അസസ്മെൻ്റ് അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുന്നതിന് ആവശ്യമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടോ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ അവസാനത്തിൽ ഏതാനും ചില ചോദ്യങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതിനാൽ അതുകൊണ്ട് മാത്രം ഈ റിയാക്ടിവിറ്റി സീരീസുമായി ബന്ധപ്പെട്ട ഈ യൂണിറ്റിലെ സമഗ്രമായ വിലയിരുത്തൽ സാധ്യമാവുകയില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് യൂണിറ്റിനെ മൊത്തമായി കണ്ടുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ വരുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ തയ്യാറാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ പാഠപുസ്തകത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്ന ലേണിംഗ് ഔട്ട്കം എന്തൊക്കെയാണോ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഏതാനും ചോദ്യങ്ങളും അതിൻ്റെ വിശകലനവുമാണ് ഇവിടെ ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം വായിക്കൂ. മെറ്റൽസ് റിയാക്ട് വിത്ത് വാട്ടർ, ആസിഡ്, അറ്റ്മോസ്ഫിയറിക് എയർ. മെറ്റലുകൾ ഇതൊക്കെയായിട്ട് പ്രവർത്തിക്കാറുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഏത് വാതകമാണ് ഉണ്ടാകുന്നത്? നമുക്കറിയാം, മെറ്റൽ ആസിഡുമായി പ്രവർത്തിച്ചാലും ജലവുമായി പ്രവർത്തിച്ചാലും എല്ലാ മെറ്റലുകളും പ്രവർത്തിക്കണമെന്നില്ല. പ്രവർത്തിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. നെയിം 2 മെറ്റൽസ് ദാറ്റ് ഡു നോട്ട് ഹാവ് എനി റിയാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആ പട്ടിക കണ്ടതാണ്. റിയാക്ടിവിറ്റി സീരീസിൻ്റെ ഏറ്റവും താഴെ കിടക്കുന്ന ലോഹങ്ങളാണ് പൊതുവിൽ റിയാക്ഷനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾഡ്, പ്ലാറ്റിനം തുടങ്ങിയ ലോഹങ്ങളാണ് തീരെ പ്രവർത്തനം ഇല്ലാത്തത്. സിൽവർ, കോപ്പറിനൊക്കെ പ്രവർത്തനം കുറവാണെങ്കിൽ പോലും നേരിയ തോതിൽ പ്രവർത്തനമുണ്ട്. അപ്പോൾ അന്തരീക്ഷവുമായി ഒട്ടും തന്നെ പ്രവർത്തനമില്ലാത്ത ലോഹങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഗോൾഡ്, പ്ലാറ്റിനം തുടങ്ങിയവ എഴുതാൻ കഴിയും. അടുത്ത ചോദ്യം, നെയിം എ മെറ്റൽ ദാറ്റ് ഹാവ് വിഗറസ് റിയാക്ഷൻ ഈവൻ വിത്ത് കോൾഡ് വാട്ടർ. അപ്പോൾ മെറ്റൽസ് വാട്ടറായിട്ട് പ്രവർത്തിക്കാറുണ്ട്. ഇവിടെ ചോദ്യം തണുത്ത ജലവുമായി പോലും പ്രവർത്തിക്കാൻ കഴിയുന്ന ലോഹങ്ങളാണ്. അത് ഞാനിവിടെ ഉത്തരം സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം എന്ന് എഴുതിയിട്ടുണ്ട്. ഒന്നാം ഗ്രൂപ്പിലുള്ള, നമുക്കറിയാം ഒന്നാം ഗ്രൂപ്പിലെല്ലാം തന്നെ മെറ്റലാണ്, ഒന്നൊഴികെ, ഹൈഡ്രജൻ ഒഴികെ. ആ മെറ്റലുകളെല്ലാം തന്നെ ജലവുമായി പ്രവർത്തിക്കുമെന്നല്ല, തണുത്ത ജലവുമായി പോലും പ്രവർത്തിക്കാൻ കഴിയുന്ന ലോഹങ്ങളാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും പരിചയമുള്ള ലോഹങ്ങൾ എന്ന അർത്ഥത്തിലാണ് സോഡിയം, പൊട്ടാസ്യം എന്നിവ ഇവിടെ എഴുതിയത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 3 ടെസ്റ്റ് ട്യൂബുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് അതിൽ ABC എന്നിങ്ങനെ 3 ലോഹ കഷ്ണങ്ങൾ ഇട്ടതായി പറയുന്നുണ്ട്. ഇതിലിട്ടിരിക്കുന്ന ലോഹങ്ങൾ മഗ്നീഷ്യം, സിങ്ക്, അയൺ എന്നിവയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിയാക്ഷൻ്റെ തീവ്രത നോക്കി ഇവയെ തിരിച്ചറിയാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, ഇതിൽ ഏറ്റവും രൂക്ഷമായ പ്രവർത്തനം നടക്കുന്നത് രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലാണ്, അതായത് B എന്ന മെറ്റലാണ്. അപ്പോൾ നമുക്കറിയാം, ഇതിൽ ഈ 3 ലോഹങ്ങളിൽ ഏറ്റവും റിയാക്ടിവിറ്റി ഉള്ളത് മഗ്നീഷ്യം ആയതുകൊണ്ട് B ആയിരിക്കണം മഗ്നീഷ്യം. അതുപോലെ ഏറ്റവും കുറഞ്ഞ റിയാക്ഷൻ ഉള്ളത് A എന്ന മെറ്റലിനാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ തന്ന 3 എണ്ണത്തിൽ റിയാക്ടിവിറ്റി ഏറ്റവും കുറഞ്ഞത് അയൺ ആയതുകൊണ്ട് A ആയിരിക്കണം അയൺ. അപ്പോൾ ചോദ്യം എന്തുമാകട്ടെ, ഇതിൽ നിന്ന് നമുക്ക് ഓരോ ലോഹവും ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ലോഹങ്ങളുടെ റിയാക്ടിവിറ്റിയെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടോ എന്ന് പരിശോധിക്കലാണ് ഈ ചോദ്യത്തിലൂടെ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഈ പാഠഭാഗത്തിൽ പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഒരു മഗ്നീഷ്യം റോഡ് മുക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒന്നാമത്തെ ചോദ്യം, ഇങ്ങനെ നിങ്ങളൊരു ക്രമീകരണം ചെയ്താൽ എന്തൊക്കെ നിരീക്ഷണമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ചോദ്യം കാണുമ്പോൾ തന്നെ, ചിത്രം കാണുമ്പോൾ തന്നെ കാര്യം വ്യക്തമാണ്. ഇത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്ന കാര്യം, മഗ്നീഷ്യം റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ്. ഏതിനെ അപേക്ഷിച്ച്?
ലായനിയിൽ എടുത്തിട്ടുള്ളത് കോപ്പറിൻ്റെ സൾഫേറ്റാണ്. കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലുള്ളത് കൊണ്ട് ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് റിയാക്ഷൻ നടക്കും. അപ്പോൾ കോപ്പർ ആയിരിക്കും മെഗ്നീഷ്യത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദ്യം എന്തൊക്കെ മാറ്റങ്ങൾ നിരീക്ഷിക്കുമെന്നാണ്. അപ്പോൾ എന്ത് കാണാം? ഒന്ന്, കുറച്ച് കഴിയുമ്പോൾ ലിക്വിഡിൽ മുങ്ങിയിരിക്കുന്ന ഭാഗത്ത് കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ചെമ്പ് നിറമുള്ളതായി മാറും. ഇനി മറ്റൊരു മാറ്റം സംഭവിക്കുന്നത്, കോപ്പർ സൾഫേറ്റിന് ബ്ലൂയിഷ് കളറുണ്ട്. കോപ്പർ സൾഫേറ്റിൻ്റെ നീല നിറത്തിന് കാരണം അതിനകത്തുള്ള കോപ്പർ അയോണുകളുടെ പ്രസൻസ് ആണ്. കോപ്പർ അയോണുകൾ ഉള്ളതുകൊണ്ടാണ് കോപ്പർ സൾഫേറ്റിന് നീല നിറം ഉണ്ടാകുന്നത്. ഈ പ്രവർത്തനം നടക്കുമ്പോൾ കോപ്പർ സൾഫേറ്റിലെ കോപ്പർ അയോണുകൾ ഒന്നൊന്നായി മെഗ്നീഷ്യം റോഡിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാൽ ബീക്കറിൽ അവശേഷിക്കുന്ന കോപ്പർ അയോണുകളുടെ എണ്ണം കുറയുകയും ആ സ്ഥാനത്തേക്ക് മെഗ്നീഷ്യം അയോണുകൾ വരികയും ചെയ്യും. അഥവാ കോപ്പർ സൾഫേറ്റ് ക്രമേണ മെഗ്നീഷ്യം സൾഫേറ്റായി മാറുന്നു. മെഗ്നീഷ്യം സൾഫേറ്റിന് പ്രത്യേകിച്ച് നിറമൊന്നുമില്ലാത്ത ദ്രാവകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവർത്തനം ഏറെ നേരം നീണ്ടു നിന്നാൽ ലായനിയുടെ നീല നിറം പൂർണ്ണമായും ഇല്ലാതാകും. അതല്ല, കുറച്ച് സമയമാണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ നീല നിറത്തിൻ്റെ തീവ്രത കുറഞ്ഞു വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സി നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ്റെ പേരെന്ത്? അപ്പോൾ നമ്മൾ പറഞ്ഞു ആദേശ രാസപ്രവർത്തനം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. ഇനി ഡി ചോദിച്ചിരിക്കുന്നത്, ഇവിടെ മെഗ്നീഷ്യത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ഇക്വേഷൻ എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇങ്ങനെ മുക്കി വയ്ക്കുമ്പോൾ മെഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിക്കും. അഥവാ മെഗ്നീഷ്യത്തിലുള്ള ഓരോ ആറ്റങ്ങളും 1 by 1 ആയി അയോണായി മാറി ലായനിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുക. അതായത് മെഗ്നീഷ്യം അതിൽ നിന്ന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് മെഗ്നീഷ്യം അയോണായി മാറുകയാണ് ചെയ്യുക. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മെഗ്നീഷ്യം ആറ്റം ഗിവ്സ് Mg2+ + 2e എന്നെഴുതാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? റിയാക്ഷൻ നടക്കുന്നതിന് മുൻപ് മെഗ്നീഷ്യം ഒരു ന്യൂട്രൽ ആറ്റമായിരുന്നു. പ്രവർത്തനം നടന്നു കഴിഞ്ഞപ്പോൾ ചാർജുള്ള ഒരു അയോണായി മാറുകയും 2 ഇലക്ട്രോണുകളെ അത് സ്വതന്ത്രമാക്കുകയും ചെയ്തു. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ ഇക്വേഷൻ ഓഫ് എ റിഡോക്സ് റിയാക്ഷൻ ഷോയിങ് ദ നേച്ചർ ഓഫ് അയോൺ ഈസ് ഗിവൺ. അപ്പോൾ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ ആറ്റത്തിൻ്റെയും മുകളിൽ അതാതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് 1ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ ആറ്റം ഓർ അയോൺ ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. നമുക്കറിയാം റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന പ്രവർത്തനമാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാവുന്നത് ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനമാണ്. അപ്പോൾ നമുക്ക് 2 തരത്തിൽ റിഡക്ഷൻ സംഭവിച്ച ആറ്റത്തെ അല്ലെങ്കിൽ അയോണിനെ തിരിച്ചറിയാൻ കഴിയും. ഒന്നെന്താണ്? ഇലക്ട്രോൺ ലഭിച്ച ആറ്റം അല്ലെങ്കിൽ അയോൺ ഏതാണെന്ന് നോക്കുക. അതല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞത് ഏത് ആറ്റത്തിനാണ് അല്ലെങ്കിൽ അയോണിനാണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം കോപ്പറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരുന്നു. അത് 2+ ഉയരുകയാണ് ചെയ്തത്. അതായത് കോപ്പറിന് സംഭവിച്ചത് ഓക്സിഡേഷനാണ്. എന്നാൽ സിൽവർ അയോണിൻ്റെ ചാർജ് +1 ആയിരുന്നു. റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ അത് 0 ആകുകയാണ് ചെയ്തത്. അഥവാ +1 നിന്നും ഓക്സിഡേഷൻ നമ്പർ 0 കുറഞ്ഞു. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനമാണ് റിഡക്ഷൻ. അതുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ റിഡക്ഷൻ സംഭവിച്ചത് സിൽവർ അയോണിനാണ്. ഇനി 2ാമത്തെ ചോദ്യം എന്താണ്? ഇവിടുത്തെ ഓക്സിഡേഷൻ റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചത് കോപ്പറിനാണ്. അതെങ്ങനെ മനസ്സിലായി? കോപ്പറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ റിയാക്ഷന് മുമ്പ് 0 ആയിരുന്നു. റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ 2+ ആയി. അപ്പോൾ കാര്യം വ്യക്തമാണ്. കോപ്പറിന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അത് 2+ ആയത്. അപ്പോൾ റിയാക്ഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? കോപ്പർ ആറ്റമായിരുന്നു, അതിൽ നിന്ന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അത് കോപ്പർ അയോണായി മാറി 2 ഇലക്ട്രോൺ സ്വതന്ത്രമാവുകയും ചെയ്തു. സോ Cu gives Cu2+ + 2e 2 ഇലക്ട്രോൺ. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കാം. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ SLC പരീക്ഷയിൽ ആവർത്തിച്ച് വരാറുള്ളതുമാണ്. 3 ബീക്കറുകൾ, അതിൽ ഓരോരോ മെറ്റൽ റോഡുകൾ മുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അതിനകത്ത് ഓരോ സോൾട്ട് സൊല്യൂഷനും എടുത്തിട്ടുണ്ട്. 1ാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ ബീക്കർ വെയർ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ഇതിലെവിടെയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുക എന്ന്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? എന്ത് കാര്യം?
റിയാക്ടിവിറ്റി കൂടിയ ഒരു ലോഹത്തിന് മാത്രമേ മറ്റൊരു ലോഹത്തെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയൂ എന്നൊരു വസ്തുതയുണ്ട്. അത് നിങ്ങൾക്കറിയുമോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ബീക്കറിൽ സിൽവറാണ് മുക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ സിൽവറിന് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കുറവാണ്. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കില്ല. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ കോപ്പറാണ് മുക്കി വെച്ചിരിക്കുന്നത്, മെഗ്നീഷ്യമാണ് സോൾട്ട് സൊല്യൂഷൻ. ദെൻ കോപ്പറിന് മെഗ്നീഷ്യത്തേക്കാൾ റിയാക്ടിവിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ബീക്കറിലും അതിന് സാധ്യതയില്ല. എന്നാൽ മൂന്നാമത്തെ ബീക്കറിൽ മെഗ്നീഷ്യമാണ് മുക്കി വെച്ചിരിക്കുന്നത്. അത് ഇരിക്കുന്നതാകട്ടെ സിങ്ക് സൾഫേറ്റിലാണ്. അതായത് മെഗ്നീഷ്യത്തിന് സിങ്കിനേക്കാൾ ക്രിയാശീലം കൂടുതലുണ്ട്, റിയാക്ടിവിറ്റി കൂടുതലുണ്ട്. അതുകൊണ്ട് മെഗ്നീഷ്യം ക്യാൻ ഡിസ്പ്ലേസ് സിങ്ക് ഫ്രം സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ബീക്കറിലാണ് റിയാക്ഷൻ നടക്കാൻ സാധ്യതയുള്ളത്. ഇനി അടുത്ത ചോദ്യം, ഹൗ ഡിഡ് യു ഐഡന്റിഫൈ ദിസ്? അതിൽ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്ത് ഉത്തരം എഴുതും? നമ്മൾ കമ്പയർ ചെയ്തു. അപ്പോൾ എന്ത് പറയും? ബിക്കോസ് മെഗ്നീഷ്യം ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ദാറ്റ് ഓഫ് സിങ്ക്. അങ്ങനെയാണ് നമ്മളത് തിരിച്ചറിഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ നടന്ന ഓക്സിഡേഷൻ, റിഡക്ഷൻ എന്നിവയുടെ ഇക്വേഷൻ എഴുതുക എന്നാ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചത്, അതായത് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് മഗ്നീഷ്യത്തിനാണ്, ഇലക്ട്രോൺ ലഭിച്ചത് സിങ്കിനാണ്. ഇനി ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക, ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം രണ്ട് ലോഹങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ എപ്പോഴും റിയാക്ടിവിറ്റി കൂടിയതിനായിരിക്കും ഓക്സിഡേഷൻ സംഭവിക്കുക, റിയാക്ടിവിറ്റി കുറഞ്ഞതിന് റിഡക്ഷനുമാണ് സംഭവിക്കുക. അപ്പോൾ മെഗ്നീഷ്യമാണ് ഇവിടെ അയോണീകരിക്കപ്പെട്ടത്. അപ്പോൾ മെഗ്നീഷ്യം മുക്കി വയ്ക്കുന്നതിന് മുൻപ് അതൊരു ആറ്റമായിരുന്നു, അത് അയോണായി മാറുകയാണ് ചെയ്യുക. അപ്പോൾ റിയാക്ഷൻ എന്ത് എഴുതും? Mg gives എന്തായി മാറും? അത് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് Mg2+ അയോൺ ആകും, 2 ഇലക്ട്രോൺ സ്വതന്ത്രമാകുകയും ചെയ്യും. ഇനി റിഡക്ഷൻ സംഭവിച്ചത് സിങ്കിനല്ല, സിങ്ക് അയോണിനാണ്. ലായനിയിൽ ഉണ്ടായിരുന്ന സിങ്ക് അയോൺ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് സിങ്ക് ആറ്റമായി മാറുകയാണ് ചെയ്യുക. അപ്പോൾ റിയാക്ഷൻ സിങ്ക് 2+ പ്ലസ് 2 ഇലക്ട്രോൺ ഗിവ്സ് Zn. ഇനി ആറാമത്തെ ചോദ്യം, കുറച്ച് രാസവസ്തുക്കളും ഏതാനും മെറ്റൽ റോഡുകളും തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഇവയിൽ നിന്നും ആവശ്യമായ വസ്തുക്കൾ തിരഞ്ഞെടുത്ത് ഒരു ഗാൽവനിക് സെല്ല് നിർമ്മിക്കുക, അതിന് ചിത്രം വരയ്ക്കുക എന്നാണ്. അപ്പോൾ കുറേ വസ്തുക്കളൊക്കെ തന്നിട്ടുണ്ടെങ്കിലും ഇതിൽ ഒരു ഗാൽവനിക് സെല്ല് നിർമ്മിക്കാനുള്ള സാമഗ്രികൾ മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഒരു ഗാൽവനിക് സെല്ല് ഉണ്ടാക്കണമെങ്കിൽ ഏതെങ്കിലും 2 മെറ്റലുകളും ആ 2 മെറ്റലുകളുടെയും ഓരോ സോൾട്ട് സൊല്യൂഷനും വേണം. അപ്പോൾ ഇവിടെ നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ഒരേ ഒരു സെൽ എന്ന് പറയുന്നത് സിങ്കും മെഗ്നീഷ്യവും ഉപയോഗിച്ചുള്ള ഒരു ഗാൽവനിക് സെല്ലാണ്. കാരണം സിങ്കിൻ്റെ സോൾട്ട് സൊല്യൂഷൻ ഉണ്ട്, മെഗ്നീഷ്യത്തിൻ്റെ സോൾട്ട് സൊല്യൂഷൻ ഉണ്ട്, ആ 2 റോഡുകളും തന്നിട്ടുണ്ട്. അപ്പോൾ ചിത്രം വരച്ചു. എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ആ ചിത്രത്തിൽ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോൺ ഫ്ലോയുടെ ഡിറക്ഷൻ എന്നിവ രേഖപ്പെടുത്താനാണ്. അപ്പോൾ നമുക്കറിയാം ഗാൽവനിക് സെല്ല് നിർമ്മിക്കുമ്പോൾ റിയാക്ടിവിറ്റി കൂടിയതായിരിക്കും ആനോഡായി പ്രവർത്തിക്കുക, റിയാക്ടിവിറ്റി കുറഞ്ഞത് കാഥോഡായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 2 റോഡുകൾ മെഗ്നീഷ്യം, സിങ്ക്, അതിൽ റിയാക്ടിവിറ്റി കൂടുതൽ മെഗ്നീഷ്യത്തിനായതുകൊണ്ട് മെഗ്നീഷ്യം ആനോഡായി പ്രവർത്തിക്കും, സിങ്ക് കാഥോഡായി പ്രവർത്തിക്കും. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഇലക്ട്രോൺ ഫ്ലോ ആണ്. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ എപ്പോഴും ആനോഡിൽ നിന്ന് കാഥോഡിലേക്കായിരിക്കും, അഥവാ റിയാക്ടിവിറ്റി കൂടിയതിൽ നിന്നും റിയാക്ടിവിറ്റി കുറഞ്ഞതിലേക്കായിരിക്കും. അത് നിങ്ങൾക്ക് കാണാതെ പഠിച്ചു വയ്ക്കാവുന്നതാണ്. അതായത് ഒരു ഗാൽവനിക് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് റിയാക്ടിവിറ്റി കൂടിയതായിരിക്കും ആനോഡ്, ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുന്നത് ആനോഡിൽ നിന്ന് കാഥോഡിലേക്കായിരിക്കും, അഥവാ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിൽ നിന്നും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിലേക്കായിരിക്കും. ഇനി സി ചോദിച്ചിരിക്കുന്നത് ഇതിലെ കാഥോഡിലെ രാസപ്രവർത്തന സമവാക്യം എഴുതുക എന്നാണ്. അപ്പോൾ ഇവിടെ ഏതായാലും നമ്മൾ കാഥോഡ് തിരിച്ചറിഞ്ഞു. കാഥോഡ് സിങ്കാണ്, റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലായ സിങ്കാണ് കാഥോഡ്. അപ്പോൾ അവിടെ എന്താ നടക്കത്തുള്ളൂ? റിഡക്ഷനെ നടക്കത്തുള്ളൂ. ആനോഡിൽ എപ്പോഴും നടക്കുന്നത് ഓക്സിഡേഷനും ഓക്സീകരണവും, കാഥോഡിൽ എപ്പോഴും നടക്കുന്നത് റിഡക്ഷൻ അഥവാ നിരോക്സീകരണവുമാണ്. അപ്പോൾ നമുക്കറിയാം അവിടെ മെഗ്നീഷ്യത്തിൽ നിന്ന് വരുന്ന ഇലക്ട്രോണിനെ സ്വീകരിച്ച് ലായനിയിലെ സിങ്ക് അയോണുകൾ അവിടെ റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ സിങ്ക് 2+ 2 ഇലക്ട്രോൺ, അതിലേക്ക് 2 ഇലക്ട്രോണിനെ ആഡ് ചെയ്യുകയാണ്, കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുക. അങ്ങനെ ന്യൂട്രൽ ആറ്റമായി മാറുകയാണ്. അപ്പോൾ റിഡക്ഷൻ റിയാക്ഷൻ നമ്മൾ എഴുതി വെച്ചു. ഇനി മറ്റൊരു കാര്യം ചോദിച്ചിട്ടുള്ളത്, ഗാൽവനിക് സെല്ലിൽ നിർമ്മിച്ചു വെച്ചാൽ അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു സാൾട്ട് ബ്രിഡ്ജിൻ്റെ ആവശ്യകതയുണ്ട്. ഇതെന്തിനാണ് എന്നാണ് ചോദ്യം. അപ്പോൾ
സോൾട്ട് ബ്രിഡ്ജ് ഇല്ലാതെയാണ് നമ്മൾ ഇത് പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ നിമിഷ നേരത്തേക്ക് മാത്രമേ വൈദ്യുത പ്രവാഹം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇതിൽ തുടർച്ചയായ വൈദ്യുത പ്രവാഹം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം സോൾട്ട് ബ്രിഡ്ജുകൾ ഉപയോഗിക്കുക. അപ്പോൾ ടു മെയിൻറ്റെയിൻ കണ്ടിന്യൂസ് കറണ്ട് ഫ്ലോ എന്നാണ് ഉത്തരം എഴുതേണ്ടത്. ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്. ഇവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ കെമിക്കൽസ് ഉപയോഗിക്കുമ്പോൾ കറണ്ട് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറുകയാണ് ഇത്തരം ഡിവൈസുകളിൽ നടക്കുന്നത്. ഇനി 7ാമത്തെ ചോദ്യമാണ്. ഒരു ചിത്രം തന്നു. ഈ ഡിവൈസിനെ തിരിച്ചറിയാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നുണ്ട്, ഇതൊരു ഗാൽവനിക് സെല്ലാണ്. ഇനി പറഞ്ഞിരിക്കുന്നത് ഇതിൽ 2 തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ചിലപ്പോൾ തിരുത്തി വരയ്ക്കാൻ പറയും. പക്ഷെ ഇവിടെ ഇപ്പോൾ ചോദ്യത്തിൽ അത് കണ്ടെത്താനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെൻ്റായിട്ട് എഴുതി വെച്ചാൽ മതി. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യം എല്ലാം വിശദമായി നോക്കുമ്പോൾ ഇലക്ട്രോൺ ഫ്ലോ തെറ്റായി മാർക്ക് ചെയ്തതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺ ഫ്ലോ എപ്പോഴും റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിൽ നിന്നും കുറഞ്ഞ മെറ്റലിലേക്കായിരിക്കും, അഥവാ ആനോഡിൽ നിന്നും കാഥോഡിലേക്കായിരിക്കും. ഈ ചിത്രത്തിൽ തിരിച്ചാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അത് എഴുതി വയ്ക്കാം. ഇലക്ട്രോൺ ഫ്ലോ തെറ്റായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം, കാര്യമായി പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, അവിടെ വോൾട്ട് മീറ്ററിൻ്റെ ടെർമിനൽ പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർക്കുക, ഗാൽവനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവുമായിരിക്കും. എന്നാൽ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നേരെ വിപരീതവുമായിരിക്കും. അപ്പോൾ ഈ പരസ്പരം മാറിപ്പോകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തൽക്കാലം നമുക്ക് ഗാൽവനിക് സെല്ല് ഉറപ്പിച്ചു വെക്കാം. ഗാൽവനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവാണ്, കാഥോഡ് പോസിറ്റീവാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഇതിൻ്റെ നേരെ വിപരീതമാണ് ഇലക്ട്രോളിറ്റിക് സെല്ല് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത് ഗാൽവനിക് സെല്ലാണ്. ഗാൽവനിക് സെല്ലിൻ്റെ ആനോഡാണ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് തിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞാൽ മതി, വോൾട്ട് മീറ്ററിൻ്റെ ടെർമിനൽ പരസ്പരം മാറിപ്പോയിട്ടുണ്ട് എന്ന് ഉത്തരം എഴുതിയാൽ മതിയാകും. ഇനി ഇതിൽ 3ാമത്തെ ചോദ്യമായി കൊടുത്തിട്ടുള്ളത് ഇതിലെ റിഡോക്സ് റിയാക്ഷൻ്റെ ഇക്വേഷൻ എഴുതാനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, റിഡോക്സ് റിയാക്ഷൻ പ്രയോജനപ്പെടുത്തി കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസാണ് ഗാൽവനിക് സെൽ. അപ്പോൾ ഇവിടെ നടക്കുന്ന റിഡോക്സ് റിയാക്ഷൻ എഴുതുമ്പോൾ റിയാക്ഷൻ നടക്കുന്നതിന് മുൻപ് Cu+ അയോൺ പ്രവർത്തനത്തിലൂടെ കോപ്പർ ആറ്റമായി മാറുകയാണ്. അതുപോലെ ആനോഡിലെ സിങ്ക് അയോണായി മാറുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? Cu2+ പ്ലസ് സിങ്ക്. ഇത് എഴുതാൻ കാരണം റിയാക്ഷന് മുൻപ് ബീക്കറിനകത്തുണ്ടായിരുന്നത് അയോൺ ആയിരുന്നു, Cu++ ആയിരുന്നു, പ്ലസ് സിങ്കുമായിരുന്നു ആനോഡിൽ. റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഇത് പരസ്പരം മാറിപ്പോകുന്നുണ്ട്. അതായത് കോപ്പർ അയോൺ കോപ്പർ ആറ്റമായി മാറുന്നുണ്ട്, സിങ്ക് ആറ്റം അയോണായി മാറുന്നുണ്ട്. അപ്പോൾ Cu2+ പ്ലസ് Zn ഗീവ്സ് Cu+ Zn2+. ഇതാണ് റിഡക്ഷൻ റിയാക്ഷൻ. റിഡക്ഷൻ റിയാക്ഷനും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് പലപ്പോഴും. ഇനി നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ പിക്ചർ ഓഫ് ആൻ ഇലക്ട്രോളിറ്റിക് സെൽ ഈസ് ഗിവൺ. ഐഡന്റിഫൈ ഇറ്റ്സ് ആനോഡ് ആൻഡ് കാഥോഡ്. അങ്ങനെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ചിത്രം തന്നു. ഇത് ഇലക്ട്രോളിറ്റിക് സെല്ലാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി അല്ലാതെ നമുക്കറിയാം, കാരണം നമ്മൾ ഇൻപുട്ടായി കറണ്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി 1ാമത്തെ ചോദ്യം, ഇതിൽ ആനോഡ് ഏത് കാഥോഡ് ഏതെന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഗാൽവനിക് സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലും തമ്മിൽ ആനോഡ് കാഥോഡിൽ ഒരു വ്യത്യാസമുണ്ട്. ഗാൽവനിക് സെല്ലിൽ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ആനോഡാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് തിരിച്ച് കാഥോഡുമായിരിക്കും. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ പോസിറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നത് എയിലേക്കാണ്. അപ്പോൾ ഇതിൽ എ ആനോഡാണ്, ബി കാഥോഡാണ്. ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ ഇലക്ട്രോഡ് വെയർ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. ഇതിലെവിടെയാണ് ഓക്സിഡേഷൻ നടക്കുക? അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഏത് സെല്ലായാലും, അത് ഗാൽവനിക് സെല്ലായാലും ശരി, ഇലക്ട്രോളിറ്റിക് സെല്ലായാലും ശരി, ഓക്സിഡേഷൻ നടക്കുന്നത് എപ്പോഴും ആനോഡിലായിരിക്കും, റിഡക്ഷൻ നടക്കുന്നത് എപ്പോഴും കാഥോഡിലുമായിരിക്കും. അപ്പോൾ ഇവിടെ ചോദ്യം, ഏത് ഇലക്ട്രോഡിലാണ് ഓക്സിഡേഷൻ നടക്കുക എന്ന്. അപ്പോൾ ആനോഡിലാണ് എന്നെഴുതുക, അഥവാ റോഡ് എയിലാണ് ഇവിടെ ഓക്സിഡേഷൻ നടക്കുക. അടുത്ത ചോദ്യം, ഗീവ് 2 യൂസസ് ഓഫ് ഇലക്ട്രോളിസിസ്.
പുസ്തകത്തിൽ ഇലക്ട്രോളിസിസിന്റെ കുറെ ഉപയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്നതിനനുസരിച്ച് 2 ഉദാഹരണം ചോദിച്ചാൽ അത് എഴുതുക. ഇപ്പോൾ ഇവിടെ 2 ഉദാഹരണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് മെറ്റലുകൾ നിർമ്മിക്കാൻ, നോൺ മെറ്റലുകൾ നിർമ്മിക്കാൻ, അതുപോലെ പല രാസവസ്തുക്കൾ നിർമ്മിച്ചെടുക്കുവാനും നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കുകയും ചെയ്യും. പിന്നെ ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റലുകളെ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന പല മെറ്റൽസിലും പലവിധ ഇമ്പ്യൂരിറ്റികൾ ഉണ്ടാകും, മറ്റു മെറ്റലുകളുടെ പ്രസൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ നീക്കം ചെയ്യാൻ നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 2 ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഇലക്ട്രോളിക് സെല്ല് തന്നെയാണ്. ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിന് വിധേയമാക്കുന്ന ചിത്രമാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ഡൗൺ ദ എനർജി കൺവേർഷൻ ഇൻ ദി പ്രോസസ് ഓഫ് ഇലക്ട്രോളിസിസ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഗാൽവനിക് സെല്ലിൽ കറണ്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുക, ഔട്ട്പുട്ടായിട്ട് കറണ്ട് കിട്ടുകയാണ്, കെമിക്കൽസ് ഉപയോഗിച്ച് നമുക്ക് കറണ്ട് ലഭിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നമ്മൾ കറണ്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നൽകുന്നത് കറണ്ടാണ്, അതുവഴി കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജിയായി മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ അയോൺസ് പ്രസന്റ് ഇൻ മോൾട്ടൺ NaCl എന്നാണ്. സോഡിയം ക്ലോറൈഡിൽ ഏതൊക്കെ അയോണുകളാണുള്ളതെന്നാ. NaCl എന്ന് പറയുന്ന ഈ രാസവസ്തു ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഉരുക്കിയെടുക്കുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്ത് അയോണുകളായി മാറും. അപ്പോൾ വെള്ളം ചേർക്കാതെ വെറുതെ ഉരുക്കിയെടുക്കുകയാണെങ്കിൽ അതിനകത്ത് Na+ അയോണുകളും Cl- അയോണുകളും മാത്രമാണ് ഉണ്ടാവുക. അതായത് Na+ എന്നുള്ള കാറ്റയോണുകളും Cl- എന്ന് പറയുന്ന ആനയോണുകളും മാത്രമാണ് ഉണ്ടാവുക. അടുത്ത ചോദ്യം, NaClനെ ഇലക്ട്രോളിസിസ് നടത്തിയാൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക എന്നാണ്. അപ്പോൾ നമുക്കറിയാം ആനോഡിലും കാഥോഡിലും വ്യത്യസ്തമായ ഒരു ഉൽപ്പന്നങ്ങളാണ് കിട്ടുക. അപ്പോൾ ഇതിലെ കാറ്റയോൺ എപ്പോഴും പോസിറ്റീവ് ചാർജുള്ള അയോൺ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കാണ് പോവുക. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള Na അയോൺ നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്ക് പോവുകയും അങ്ങനെ കാഥോഡിൽ നമുക്ക് സോഡിയം കിട്ടുകയും ചെയ്യും. അതുപോലെ അതിനകത്തുള്ള ക്ലോറിൻ അയോൺ നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡിലേക്ക് പോവുകയും ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അഥവാ ഓക്സീകരിക്കപ്പെട്ട് ക്ലോറിൻ സ്വതന്ത്രമാകുകയും ചെയ്യും. അപ്പോൾ കാഥോഡിൽ സ്വതന്ത്രമാകുന്നത് ഒരു മെറ്റൽ ആയതുകൊണ്ട്, ഒരു സോളിഡ് ആയതുകൊണ്ട് അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. എന്നാൽ ആനോഡിൽ സ്വതന്ത്രമാകുന്നത് ഗ്യാസ് ആയതുകൊണ്ട് അത് റിലീസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അനുയോജ്യമായ സംവിധാനം ഉപയോഗിച്ച് നമുക്കതിനെ കളക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം, ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷന്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷനാണ്. ആരാണ് ഓക്സീകരിക്കപ്പെടുക? അവിടെ എത്തിച്ചേരുന്ന ക്ലോറിനാണ് ഓക്സീകരിക്കപ്പെടുക. അപ്പോൾ ക്ലോറിൻ അയോൺ അവിടെ വരുന്നു, ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അപ്പോൾ Cl- -1 ഇലക്ട്രോൺ, തന്നിലുള്ള ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോകുന്നു. എന്നിട്ട് അതെന്തായി മാറുന്നു? ക്ലോറിൻ ആറ്റമായി മാറുന്നു. സോ Cl- -1 ഇലക്ട്രോൺ ഗീവ്സ് Cl. ഇനി കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനമോ, അങ്ങോട്ട് Na+ ചെല്ലുന്നു. എന്തിനാണ് ചെല്ലുക? ന്യൂട്രലൈസ് ചെയ്യാനാണ്. എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കും, അഥവാ ഗെറ്റ്സ് റെഡ്യൂസ്ഡ്, അവ നിരോക്സീകരിക്കപ്പെടും. ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച്, അപ്പോൾ Na+ +1 ഇലക്ട്രോൺ ഗീവ്സ് Na. അങ്ങനെ ഒരു ന്യൂട്രൽ ആറ്റമായി മാറുകയും ചെയ്യും. ഇനി 10ാമത്തെ ചോദ്യമാണ്, ഇലക്ട്രോലൈറ്റ്സ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ച് വൈൽ കറന്റ് പാസിംഗ് ത്രൂ ദം. അപ്പോൾ നമുക്കറിയാം കോപ്പറിലൂടെ വൈദ്യുതി കടന്നു പോകും. പക്ഷേ കോപ്പറിലൂടെ വൈദ്യുതി കടന്നു പോയാൽ അത് കെമിക്കൽ ചേഞ്ചിന് വിധേയമാകുന്നില്ല. എത്ര നേരം കഴിഞ്ഞാലും അത് കോപ്പർ തന്നെയായിട്ട് നിലനിൽക്കും. എന്നാൽ ചില രാസവസ്തുക്കളിലൂടെ കറണ്ട് കടത്തിവിട്ടാൽ കറണ്ട് കടന്നു പോകുന്നതിനനുസരിച്ച് അത് മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും. അവിടെ കെമിക്കൽ ചേഞ്ച് നടക്കും. ഇങ്ങനെ കെമിക്കൽ ചേഞ്ച് നടക്കുന്ന വസ്തുക്കളെയാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുക. ചോദ്യം ഇതാണ്, ഇത്തരത്തിലുള്ള ഇലക്ട്രോലൈറ്റുകൾക്ക് 2 ഉദാഹരണങ്ങൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ ആസിഡുകളും എല്ലാ ആൽക്കലികളും സോൾട്ട് സൊല്യൂഷനുകളും ഒക്കെ ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഏതെങ്കിലും 2 എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സോഡിയം ക്ലോറൈഡിന്റെ സൊല്യൂഷനെ ഇലക്ട്രോളിസിസിന് വിധേയമാക്കുമ്പോൾ ക്ലോറിൻ അയോണാണ് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നത്, ഓക്സീകരിക്കപ്പെടുന്നത്. ഏതാണ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്നാണ്. അല്പം ശ്രദ്ധയോടെ പഠിക്കേണ്ട ഭാഗമാണത്. മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിൽ കാര്യമായ കൺഫ്യൂഷൻ ഇല്ല. കാരണം Na+ അയോൺ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് ചെല്ലുന്നു, ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു, ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്നു.
ക്ലോറിൻ അയോൺ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ചെല്ലുന്നു, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, ന്യൂട്രലൈസ് ചെയ്യുന്നു. അവിടെ കൺഫ്യൂഷൻ ഇല്ല. എന്നാൽ അക്വസ് സൊല്യൂഷൻ്റെ കാര്യത്തിൽ അല്പം വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ ഹയർ ലെവൽ ക്ലാസ്സിലാണ് അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുക. അവിടെ നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യമുണ്ട്. അതിനകത്തുണ്ടായിരുന്ന ക്ലോറിൻ സ്വാഭാവികമായും നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് നീങ്ങി അവിടെ ചെന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് ന്യൂട്രലൈസ് ചെയ്ത് ക്ലോറിൻ ഗ്യാസ് റിലീസ് ചെയ്യപ്പെടും. എന്നാൽ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് നീങ്ങുന്ന Na+ അയോണുകളുണ്ട്, ഹൈഡ്രോണിയം അയോണുകളുണ്ട്. പക്ഷേ ഇത് രണ്ടിനേക്കാളും റെഡ്യൂസ് ചെയ്യപ്പെടാൻ, ഇലക്ട്രോണുകളെ സ്വീകരിക്കാനുള്ള കഴിവ് വാട്ടറിന് കൂടുതലായതുകൊണ്ട് അവിടെ റിഡക്ഷന് വിധേയമാകുന്നത് വാട്ടർ ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ചോദ്യം ഇതാണ്, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെ ഇലക്ട്രോളിസിന് വിധേയമാക്കുമ്പോൾ എന്താണ് റിഡക്ഷന് വിധേയമാകുന്നത്, നിരോക്സീകരിക്കപ്പെടുന്നത്? അപ്പോൾ വാട്ടർ മോളിക്യൂളാണ് അവിടെ നിരോക്സീകരിക്കപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ആർ ദ 3 പ്രോഡക്ട്സ് ഒബ്റ്റെയിൻഡ് ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ? അപ്പോൾ നമുക്കറിയാം, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെ ഇലക്ട്രോളിസിസ് നടത്തിയാൽ കാഥോഡിൽ നിന്ന് നമുക്ക് ഹൈഡ്രജൻ കിട്ടും, ആനോഡിൽ നിന്ന് ക്ലോറിൻ കിട്ടും. അവിടെ 2 വാതകങ്ങൾ സ്വതന്ത്രമാകും. എന്നാൽ ബീക്കറിൽ ഓരോ നിമിഷം കഴിയുന്തോറും ഓരോരോ പുതിയ NaOH മോളിക്യൂളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അഥവാ അതിനകത്തുള്ള സോഡിയം ക്ലോറൈഡ് ലായനി ക്രമേണ NaOH സൊല്യൂഷനായി മാറും. അതായത് പ്രവർത്തനം അവസാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക ബീക്കറിൽ അവശേഷിക്കുന്ന രാസപദാർത്ഥം സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ജലീയ ലായനിയായിരിക്കും. അപ്പോൾ നമുക്ക് 3 പ്രോഡക്റ്റ് കിട്ടും. ഒന്നുകൂടെ ഓർക്കുക, മോൾട്ടൺ സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസ് നടത്തിയാൽ 2 പ്രോഡക്റ്റേ കിട്ടത്തുള്ളൂ. ആനോഡിലും കാഥോഡിലും കിട്ടുന്ന പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ അക്വസ് സൊല്യൂഷനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആനോഡിലും കാഥോഡിലും കിട്ടുന്നത് കൂടാതെ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ 3 ഉൽപ്പന്നങ്ങൾ കിട്ടുമെന്ന് ഓർക്കുക. ഇനി 11ാമത്തെ ചോദ്യമാണ്. ഒരു ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഇരുമ്പ് വളയിൽ കോപ്പർ പ്ലേറ്റ് ചെയ്യുന്ന ചിത്രമാണ്. ചിത്രം അപൂർണമാണ്, ഇൻകംപ്ലീറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് പവർ സോഴ്സ് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ 1ാമത്തെ ചോദ്യം, അതിൽ അനുയോജ്യമായ തരത്തിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൃത്യമായി പരിശോധിക്കപ്പെടുന്നത് ഇത്തരം ക്രമീകരണത്തിൽ ഏതു വസ്തുവിലാണോ നമുക്ക് ലേപനം നടത്തേണ്ടത് അത് നെഗറ്റീവ് ആയിരിക്കണമെന്നും, അതുപോലെ ഏത് മെറ്റലാണോ പ്ലേറ്റ് ചെയ്യുന്നത് അത് പോസിറ്റീവുമായിരിക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ബാറ്ററി കണക്ട് ചെയ്യണം. ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ വളയിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യണം, കോപ്പർ റോഡിലേക്ക് പോസിറ്റീവും കണക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ അവിടെ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. അടുത്തത്, സജസ്റ്റ് എ സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റ് ഫോർ ദിസ് പർപ്പസ്. അതായത് ഇവിടെ ചിത്രത്തിൽ കാണിച്ച രീതിയിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്താൻ നിങ്ങൾ ഏത് ഇലക്ട്രോലൈറ്റാണ് ഉപയോഗിക്കുക? അനുയോജ്യമായ ഒരു ഇലക്ട്രോലൈറ്റ് എന്നാണ്. ഒന്നിലധികം അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒന്നിൻ്റെ പേര് പറയാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? കോപ്പർ സൾഫേറ്റ് ലായനി ഉപയോഗിക്കാം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏത് മെറ്റലാണോ പ്ലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ മെറ്റലിൻ്റെ സോൾട്ട് സൊല്യൂഷനാണ് ആവശ്യം. ഇവിടെ നമ്മൾ ലേപനം നടത്താൻ ഉദ്ദേശിക്കുന്നത്, കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോപ്പറാണ്. അതുകൊണ്ട് കോപ്പറിൻ്റെ സോൾട്ട് സൊല്യൂഷനായി കോപ്പർ സൾഫേറ്റ് ഉപയോഗിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ റിയാക്ഷൻ. ഇവിടുത്തെ റിഡക്ഷൻ റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റിയാക്ഷൻ നടക്കുമ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിലാണ് ഓക്സിഡേഷൻ നടക്കുക, നെഗറ്റീവ് ഇലക്ട്രോഡിലാണ് റിഡക്ഷൻ നടക്കുക. അപ്പോൾ ഇവിടെ റിഡക്ഷൻ റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ വളയിൽ നടക്കുന്ന റിയാക്ഷനാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. വളയിലാണ് നമ്മൾ നെഗറ്റീവ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ വളയിൽ എന്താണ് സംഭവിക്കുക? വളയിലേക്ക് ആര് ചെല്ലുന്നു? വളയിലേക്ക് ലായനിയിലുള്ള കോപ്പർ അയോണുകൾ ചെല്ലുകയാണ് ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജുള്ള കോപ്പർ അയോണുകൾ വളയിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പർ ആറ്റമായി മാറുകയും അതവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുക വളയിൽ. അഥവാ Cu2 പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. ഇനി അടുത്തൊരു ചോദ്യം, ഈ വളയിൽ കോപ്പറാണ് ഇപ്പോൾ ലേപനം ചെയ്തത്. ഇതിനു പകരം സിൽവറാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടിയിരുന്നതെങ്കിൽ, കോട്ട് ചെയ്യേണ്ടിയിരുന്നതെങ്കിൽ എന്ത് വസ്തുവാണ് ഉപയോഗിക്കേണ്ടത് ഇലക്ട്രോലൈറ്റായി എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് മെറ്റലാണോ നമുക്ക് പ്ലേറ്റ് ചെയ്യേണ്ടത്, ഏത് മെറ്റലാണോ അതിൽ
പേസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ലവണലായനി തന്നെ വേണം. അപ്പോൾ സിൽവറാണ് കോട്ട് ചെയ്യേണ്ടതെങ്കിൽ സിൽവറിൻ്റെ ലവണലായനി വേണം. അപ്പോൾ സിൽവറിൻ്റെ ഏറ്റവും സൗകര്യപ്രദമായ സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് സിൽവർ നൈട്രേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സിൽവർ നൈട്രേറ്റ് എന്ന് ഉത്തരം കൊടുത്തിരിക്കുന്നത്. ഇനി 12ാമത്തെ ചോദ്യമാണ്. 3 മെറ്റാലിക് റോഡുകൾ തന്നിട്ടുണ്ട്, അവയുടെ സോൾട്ട് സൊല്യൂഷൻ തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപയോഗിച്ച് എത്ര തരത്തിലുള്ള സെല്ലുകൾ നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയുമെന്നാണ് 1ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു സെല്ല് നിർമ്മിക്കാൻ 2 മെറ്റാലിക് റോഡുകൾ മതിയാകും. അപ്പോൾ ആദ്യത്തെ 2ഉം കണക്ട് ചെയ്ത് ഒന്നുകിൽ അങ്ങനെ ഉണ്ടാക്കാം, സിങ്കും കോപ്പറും കണക്ട് ചെയ്ത് സെല്ല് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോപ്പറും സിൽവറും കണക്ട് ചെയ്യാം, അതല്ലെങ്കിൽ 1ാമത്തെയും അവസാനത്തെയും സിങ്കും സിൽവറും ഉപയോഗിച്ചും എന്ത് ചെയ്യാം, സെല്ലുണ്ടാക്കാം. ആ 3 തരത്തിലുള്ള സെല്ലുകൾ നമുക്കിവിടെ നിർമ്മിക്കാൻ കഴിയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇവയിൽ ആനോഡായും കാഥോഡായും പ്രവർത്തിക്കാൻ കഴിയുന്ന ലോഹം ഏതെന്ന? ഈ 3 തരത്തിലുണ്ടാക്കുമ്പോൾ അപ്പോൾ നമുക്കറിയാം സിങ്കും കോപ്പറും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഗാൽവനിക് സെല്ലിൽ കോപ്പർ കാഥോഡായാണ് പ്രവർത്തിക്കുക. എന്നാൽ കോപ്പറും സിൽവറും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഗാൽവനിക് സെല്ലിൽ കോപ്പർ ആനോഡായാണ് പ്രവർത്തിക്കുക. അതായത് ഇവിടെ കോപ്പറിനെ സംബന്ധിച്ചിടത്തോളം കോപ്പറിന് ജോഡിയായി വരുന്ന ലോഹമേതാണ്, മെറ്റൽ ഏതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ആനോഡായും അതുപോലെ തന്നെ കാഥോഡായും പ്രവർത്തിക്കാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആനോഡായി മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ലോഹം ഏതെന്ന? അപ്പോൾ ഇതിനകത്ത് സിങ്കിന് ആനോഡായി മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. അതായത് 1ാമത്തെ സെല്ലിൽ സിങ്ക് കോപ്പർ, അതിലും സിങ്ക് ആനോഡാണ്. അതുപോലെ അവസാനത്തെ സെല്ലായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന സിങ്ക് AG, അതിലും സിങ്ക് ആനോഡാണ്. അപ്പോൾ പൊതുവായി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇത്തരം മെറ്റലുകൾ എടുക്കുമ്പോൾ തന്നിട്ടുള്ള മെറ്റലുകളിൽ റിയാക്ടിവിറ്റി ഏറ്റവും കൂടിയതിന് ആനോഡായി മാത്രമേ വർക്ക് ചെയ്യാൻ കഴിയൂ. അതുപോലെ റിയാക്ടിവിറ്റി ഏറ്റവും കുറഞ്ഞതിന് കാഥോഡായി മാത്രമേ വർക്ക് ചെയ്യാൻ കഴിയൂ എന്ന് പൊതുവായി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ 12 ചോദ്യങ്ങളും അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസുമാണ് വിശകലനം ചെയ്തത്. ഈ പാഠപുസ്തകത്തിൽ വരുന്ന ഏതാണ്ട് എല്ലാ ആശയങ്ങളും തന്നെ ഈ ചോദ്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ വീഡിയോ നിരീക്ഷിക്കുന്ന അവസരത്തിൽ, ഈ ക്ലാസ് കാണുന്ന അവസരത്തിൽ ഓരോ ചോദ്യവും പ്രത്യക്ഷമാകുമ്പോൾ അതൊന്ന് പോസ് ചെയ്ത് നിർത്തുക. എന്നിട്ട് നിങ്ങൾ ആ ചോദ്യം വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ ആ ഉത്തരം മനസ്സിൽ കാണുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. തുടർന്ന് പ്ലേ ചെയ്യിച്ചിട്ട് തുടർന്ന് വരുന്ന ഉത്തരവുമായി നിങ്ങൾ എഴുതി വെച്ച ഉത്തരം കമ്പയർ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ പഠനം കൂടുതൽ നന്നാകും, എല്ലാ ആശയങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കുകയും ചെയ്യും. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇനി ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയാതിരുന്ന ചില പോയിന്റുകൾ സൂചിപ്പിക്കാൻ വേണ്ടി ഇതിന് പിറകെ കുറെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചോദ്യവും പോസ് ചെയ്ത് നിർത്തി അതൊന്ന് കണ്ട് മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ചോദ്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ വീഡിയോ 1-2 പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ പാഠഭാഗവുമായും ബന്ധപ്പെട്ട മുഴുവൻ ആശയങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രഹിക്കാൻ കഴിയും.